അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് അമ്മ അമൃതപുരിയിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. അമ്മയുടെ മക്കൾ ഒപ്പമുണ്ട്. ഈ യാത്ര എങ്ങനെയായിരിക്കും? അവിടേക്ക് ട്രെയിനിലാണ് അമ്മ ഇത്തവണ യാത്ര തിരിക്കാൻ പോകുന്നത്. ഈ യാത്രയെക്കുറിച്ച് സ്വാമി ധ്യാനാമൃതാനന്ദപുരി നമ്മളോട് സംസാരിക്കുകയാണ്. സ്വാമി, എങ്ങനെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഒരു യാത്ര? അതൊരു വലിയ ആത്മീയ അനുഭവവും ഒരു അറിവ് കിട്ടുന്ന ഒരു കാര്യം കൂടിയല്ലേ? അതെ, അമ്മയുടെ കൂടെയുള്ള യാത്രകളെല്ലാം ആധ്യാത്മികമായ നമുക്ക് ഉണർവുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളാണ്. അമ്മയുടെ പ്രവൃത്തികളും അമ്മയുടെ വാക്കുകളും നമുക്ക് ഒരുപാട് പ്രചോദനമാണ്. മാത്രമല്ല, ഇതൊരു പ്രത്യേക യാത്രയും കൂടിയാണ്. അമ്മ മുമ്പേ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ട്. കോഴിക്കോട്, ബോംബെ, ഭുജ്, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അമ്മ 80കൾ മുതൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചെറിയ ഗ്രൂപ്പായിരുന്നു. ഇന്നിപ്പോൾ ഒരു 1200ഓളം വരുന്ന ആൾക്കാർ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ആശ്രമാന്തേവാസികളും ഭക്തരും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ ആശ്രമത്തിൻ്റെ അതേ പരിപാടികൾ അതിലുണ്ടാവും. അർച്ചന ഉണ്ടാവും, ഭജന ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭക്ഷണം സർവീസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ വണ്ടി ഓടിക്കുന്നു. ബാഹ്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് റെയിൽവേ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തികച്ചും ആശ്രമം ഓൺ വീൽസ് അങ്ങനെയായിരിക്കും അത്. അറിയില്ല അത്. തീർച്ചയായും സ്വാമി, അങ്ങനെ തന്നെയാണ് കാര്യം. അമ്മയോടൊപ്പം ഭക്തരും അമ്മയുടെ മക്കളും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഹ്യൂജായിട്ടുള്ള വിശ്വാസികളും അമ്മയുടെ മക്കളും ബ്രഹ്മചാരികളും സന്യാസിമാരും ഒക്കെ ചേർന്നുള്ള ഒരു യാത്ര ഇതാദ്യമായിട്ടായിരിക്കില്ലേ? ഇത്രയധികം ആൾക്കാരോട് കൂടി ചേർന്നിട്ട് ആദ്യമായിട്ടാണ്. ബസ്സിൽ 500-ഓളം പേര്, 1000 പേരോളം ബസ്സിൽ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ട്രെയിനിൽ ഒരുമിച്ച് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആദ്യമായിട്ടാണ്. മാത്രമല്ല, അയോധ്യ എല്ലാവർക്കും മനസ്സിൽ താലോലിക്കുന്നൊരു സ്വപ്നവും കൂടിയാണ്. അവിടേക്കുള്ളൊരു യാത്ര, അതും അമ്മയുടെ കൂടെ എന്ന് പറയുമ്പോൾ അതിനൊരു മഹത്വം ഏറെയാണ്. തീർച്ചയായും ആ യാത്രയിലൂടെ അമ്മ പകർന്നു നൽകുന്ന ആത്മീയ ഉണർവുകൾ, ആത്മീയമായ പ്രചോദനങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും എല്ലാ അമ്മയുടെ കൂടെയുള്ള ഓരോ നിമിഷവും നമുക്കൊരു ഉണർവുണ്ടാവണം, ഒരു കാര്യം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പന്ഥാവ് നല്ലൊരു പന്ഥാവ് തുറക്കണം. ആ വഴിയിൽ നമ്മൾ ഒരടിയെങ്കിലും മുന്നേറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇപ്പം കുറേ നാളായിട്ടുള്ളൊരു തയ്യാറെടുപ്പായിരിക്കും സ്വാമി ഉൾപ്പെടെ നമ്മുടെ ആശ്രമ അന്തേവാസികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളായിട്ടില്ല, 2 ആഴ്ചയായിട്ടുള്ളൂ. കാരണം അവർ ഔദ്യോഗികമായിട്ട് അമ്മയെ ക്ഷണിച്ചത് ഈ അടുത്താണ്. ശ്രീ ചമ്പത് റായ്, എൻ്റെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ജനറൽ സെക്രട്ടറി, അദ്ദേഹം 2 പേരെ പ്രതിനിധികളെ വിട്ടു. അമ്മ നേരിട്ട് വന്ന് ഈ രാമേന്ദ്ര പ്രതിഷ്ഠയിൽ സാന്നിധ്യം ഉണ്ടാവണം. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും കൂടെ ഉണ്ടാവും. അപ്പോൾ അമ്മ വരണമെന്നും പറഞ്ഞ് അദ്ദേഹം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 2 ആഴ്ച മുമ്പാണ് തീരുമാനമായത്. ആ യാത്രയുടെ ഇനി എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അമ്മയുടെ കൂടെയുള്ളത് എപ്പോഴും ഓരോ നിമിഷവും നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളായിരിക്കും. അതിനെ ഇപ്പോൾ കാത്തിരിക്കുകയാണ്.